അപ്പൊ ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പൊ ഇന്ന് ഞായറാഴ്ച മോർണിംഗ്. അപ്പോ എല്ലാവർക്കും ഒരു ഞായറാഴ്ചയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കാലത്ത് എന്റെ പള്ളിയിൽ പോകാനുള്ള പരിപാടിയില്ല. അപ്പൊ ഒന്ന് പള്ളിയിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഇന്ന് കാലത്ത് പള്ളിയിൽ പോകണം, കുറച്ച് ഇറച്ചി മേടിക്കണം, പച്ചക്കറി മേടിക്കണം, കുറച്ച് പണികളുണ്ട് ഇന്ന് കാലത്ത് തന്നെ തന്നെ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഞായറാഴ്ച വ്ലോഗിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോകാനുള്ള പരിപാടി കേട്ടാ. അപ്പൊ പള്ളിയിൽ പോയിട്ട് പള്ളിയിലത്തെ വിശേഷങ്ങൾ കാണാം നമുക്ക്. ഓക്കെ, പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് കൂർക്ക പിടിക്കാൻ പോയി കഴിഞ്ഞിട്ട് അങ്ങനെ ഇറച്ചി പിടിക്കാനുള്ള പോക്കാണ് പോന്നെ. ഇറച്ചി കറിയില് നേരം വൈകുന്നു. ഇന്ന് നല്ല തിരക്കുണ്ടാവും വിചാരിക്കുന്നു. അത് പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുണ്ട്. ഇടയില് ബീഫ് സ്റ്റാളില് നല്ല തിരക്കുണ്ട്. അവിടെ ഒരു കിലോ ബീഫിന് 400 രൂപ വില. പോർക്കിനും ബീഫിനും ഇപ്പൊ സെയിം റേറ്റ് അവിടെ. അങ്ങനെ ബീഫ് മേടിച്ചു കിടന്നു. സൂപ്പർ നല്ല അടിപൊളി നെയ്യുള്ള ബീഫ് കിട്ടിയിട്ട് നമുക്ക് സൂപ്പർ സാധനം കിട്ടി. അങ്ങനെ ചെറിയ ചായ കുടിച്ചു. ചെറിയ ചായ അപ്പുറത്തെ ഹണിന്ന് കയറി കുടിച്ചു. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ശിവരാത്രി ഉണ്ട്. ശിവരാത്രിയിലെ ആനക്കൽ സെന്ററിലുള്ള വലിയൊരു പന്തലടിച്ചു വന്നവര്. അപ്പോ അത് കഴിഞ്ഞപ്പോ ഒന്ന് ഷേവ് ചെയ്യാന്ന് വിചാരിച്ചു. ഷേവ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ട് ഷേവ് ചെയ്യാൻ വേണ്ടി കയറി. അങ്ങനെ നമ്മള് ബ്യൂട്ടി പാർലറിനുള്ളിൽ കയറി ഷേവിങ് സെറ്റപ്പ് അവിടെ ചെയ്ത് അങ്ങനെ ഷേവിങ് അവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട. ചെറിയ ദിവസം ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഷേവിങ് കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ട. അങ്ങനെ വീണ്ടും കുറച്ചു നേരം നമ്മുടെ ആ പന്തലവിടെ വീണ്ടും നോക്കുന്നു. ബുധനാഴ്ചയിൽ ശിവരാത്രി വരുന്ന. അപ്പോ കിട്ടക്കനായിട്ട് പരിപാടിയെല്ലാം ആഘോഷിക്കണ്ടേ. വീട്ടിൽ ചെന്നപ്പോണ് കാണുന്നത് കൂർക്കും ബീഫും സെറ്റായിട്ടിരിക്കുന്നു. അങ്ങനെ കൂർക്കും ബീഫും കൊണ്ടിട്ട് ഞങ്ങള് നോക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ആ കൂർക്കൊന്ന് കുറച്ചെടുത്ത് കഴിക്കാനുള്ള പരിപാടിയായി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ സാധനം എന്താ പറഞ്ഞാൽ നമ്മുടെ കൂർക്കി ബീഫ് ഇട്ടിട്ടൊരു പെട്ടപ്പെടത്തിലുള്ള സാധനമാണ് കൂർക്കി ബീഫും. കിടിലൻ സാധനം പറഞ്ഞാൽ കിടിലൻ സാധനം കൂർക്കും ബീഫും. സൂപ്പർ സാധനം, സൂപ്പർ സാധനം. കൂർക്കും ആ നെയ്യുള്ള ബീഫും കൂടിയിട്ട് അടിച്ചാണ്ടല്ലോ വേറെ ലെവല സാധനം. അപ്പൊ നമുക്ക് കൂർക്കും ബീഫും വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, കൂർക്കും ബീഫും. ഓക്കെ, കൂർക്കും ബീഫും. വാവ്, സാധനം കൂർക്കും ബീഫും. വാവ്, പിടിച്ചറിയവരെ വീഡിയോ എടുത്ത അപ്പുറത്ത് കഴിക്കുന്നത് വീഡിയോ എടുത്തോന്നുള്ളൂ. നിങ്ങളുടെ അത് ഒന്നിക്ക് കാണട്ടെ. വാവ്, ബീഫ്. ഓക്കെ, ഒരെണ്ണം കൂർക്കെടുക്കുന്നുണ്ട്. ഒരെണ്ണം റാബലിന് കൊടുക്കുന്നുണ്ട്. ചൂടണോ നോക്കിയേ, ചൂടണോ നോക്കില്ലേ. അടിപൊളിയല്ലേ. വാവ്, അതാണ് സൂപ്പർ. എന്താണ് കൂർക്കും ബീഫിന്റെ ടേസ്റ്റ്. വാവ്, സൂപ്പർ സാധനം ടാ. കിടിലൻ. ഒരുത്തരുടെ ഫുഡ് അടിക്കാണ്ട് കേൾക്കാം.
ക്ലോസ് ആയിട്ടില്ല. തേങ്കടി എന്ത് അപ്പൊ ഇന്ന് ഉച്ചത്തെ ലഞ്ചിന് നമ്മുടെ ബീഫും കൂർക്കും കൂടി നമ്മൾ കഴിക്കാൻ പോണ കേട്ടാ. കൂർക്കും ബീഫും കൂടിയിട്ട് ഇന്ന് പഠിക്കാൻ പോണ. വാവ്. അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഓക്കെ, അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.